കാശി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ക്ലാസ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ബോർ അടിക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഇരിക്കേണ്ടി വന്നില്ല. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ബോറിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. ഇനിയിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ChatGPT നോക്കിയത്, ChatGPTയിൽ നെയിംസിന്റെ ക്ലാസ് സെർച്ച് ചെയ്തത്. ഇപ്പൊ രണ്ടാമത് വന്ന സാറിന്റെ ക്ലാസ്സാണ്. അങ്ങനെയാണ്. പിന്നെ മലയാളം കൂടെ ആയതുകൊണ്ടാണ് ഞാൻ സാറിന്റെ ക്ലാസ് കണ്ടു തുടങ്ങി. അപ്പം അതൊക്കെ എഴുതിയെടുത്തു, പഠിച്ചു, ആൻഡ് കുറെ വർക്ക് ചെയ്തു, കിട്ടി. ക്ലാസ്സസ് എല്ലാം നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു. അതായത് ഒരു ദിവസം ഒരു സിസ്റ്റം, അങ്ങനെ കംപ്ലീറ്റ്ലി ഏതാണ്ട് ഒരു 35 days കൊണ്ട് തന്നെ സാർ ആ ഒരു സിസ്റ്റം ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു പോഡ്കാസ്റ്റിലുള്ളത് 3 വിന്നേഴ്സാണ്. അതായത് റീസെൻ്റ് ആയിട്ട് നടന്ന DHA എക്സാമിൻ്റെ വിന്നേഴ്സാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഈ നമ്മുടെ എജ്യൂസിനോടൊപ്പമുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ എക്സാം പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ആദ്യം അനന്തകൃഷ്ണൻ അല്ലേ? അനന്തകൃഷ്ണൻ, ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു DHA എക്സാം പ്രിപ്പറേഷനൊക്കെ? പ്രിപ്പറേഷനൊക്കെ നല്ലതായിരുന്നു സാർ. പിന്നെ ക്ലാസ്സസൊക്കെ നല്ല രസമായതുകൊണ്ട് നമുക്ക് എൻ്റർടൈനിങ് ആയിട്ട് അങ്ങ് പോകാൻ പറ്റി. പിന്നെ വലിയ പാടായിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. ഇച്ചിരി കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എക്സാം ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ക്ലാസ്സൊക്കെ ഇതായിരുന്നു, നല്ല വെരി ഗുഡ് ക്ലാസ്സസ് ആയിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നാലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി. ഓക്കെ, എങ്ങനെ ഒരു സ്റ്റഡി പാറ്റേൺ ഒക്കെ എങ്ങനെയായിരുന്നു എക്സാമിൻ്റെ ഒരു പ്രിപ്പറേഷനിൽ? ഞാനങ്ങനെ ആദ്യം സാറിൻ്റെ തിയറി ക്ലാസ്സസ് ആണായിരുന്നു. തിയറി ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്ത് ഓരോ ദിവസം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് റെഫർ ചെയ്ത് പഠിച്ചൊന്ന് വെച്ചതിന് ശേഷം പിന്നെ എക്സാംസ് ഉണ്ടായിരുന്നു. ഓരോ ദിവസം തന്നെ ഓരോരോ സാറിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടെ ഉള്ള എക്സാംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോന്ന് ചെയ്ത് പിന്നെ അതിന് ശേഷം ക്രാഷാണ് എനിക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരുന്നത്. കാശി എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ധാരാളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് എക്സാം കുറച്ചും കൂടെ, പിന്നെ ഇത് പഠിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു, പിന്നെ സാറിൻ്റെ ക്ലാസ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ എളുപ്പമായിരുന്നു എക്സാം. അഞ്ജു അല്ലേ? അഞ്ജുവിൻ്റെ ഒരു എക്സാം പ്രിപ്പറേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇതുപോലെ ആനന്ദം പറഞ്ഞ തന്നെ സാറിന്റെ ക്ലാസ്സസ് കേൾക്കുമായിരുന്നു. അന്ന് തന്നെ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ റെഫർ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ റെഫർ ചെയ്യായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ വിധു മാമിന്റെ ക്ലാസ്സസ്, മാമിന്റെ ക്രാഷ് കോഴ്സസും Q&A, അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ റെഫർ ചെയ്തു, അത് പഠിച്ചു. പിന്നെ മാം ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമായിരുന്നു. അപ്പം അതൊക്കെ എഴുതിയെടുത്തു, പഠിച്ചു, ആൻഡ് കുറെ വർക്ക് ചെയ്തു, കിട്ടി. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓക്കെ, ബിസ്മി അല്ലേ? ബിസ്മിക്ക് എന്ത് തോന്നുന്നു? എക്സാം വിജയിച്ചു കഴിഞ്ഞപ്പം എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്? നല്ല ഹാപ്പിയാണ്. താങ്ക്സ് ടു എജ്യൂസ് അക്കാഡമി. ക്ലാസ്സസ് എല്ലാം നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു. അതായത് ഒരു ദിവസം ഒരു സിസ്റ്റം, അങ്ങനെ കംപ്ലീറ്റ്ലി ഏതാണ്ട് ഒരു 35 days കൊണ്ട് തന്നെ സാർ ആ ഒരു സിസ്റ്റം ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ചെയ്താൽ തന്നെ അന്ന് അതിൻ്റെ ടെസ്റ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നമുക്ക് റെക്കോർഡഡ് സെഷൻസും ഉണ്ട്, ലൈവ് സെഷൻസ് വരുന്നുണ്ട്. അപ്പം റെക്കോർഡഡ് സെഷൻസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴാണോ നമുക്ക് കൺവീനിയന്റ് അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കാണായിരുന്നു. പിന്നെ ലൈവ് സെഷൻസിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. വിധു മാം നല്ല നോളജബിൾ ആയിട്ടാണ് മാം എല്ലാം പഠിപ്പിക്കുന്നത്. വളരെ ഇൻഫർമേറ്റീവ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ടോപ്പിക്സ് വരാം, എന്തൊക്കെ സ്കോപ്പ് വരാൻ സാധ്യത ഉണ്ടെന്ന് മാം നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു. മാമിന്റെ Q&A സെക്ഷൻസിൽ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, മാമിന്റെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ. അങ്ങനെ മൊത്തത്തിൽ മോക്ക് ടെസ്റ്റ് എല്ലാം വന്നപ്പോഴത്തേക്കും മോക്ക് ടെസ്റ്റിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ആൻഡ് സെക്ഷൻസ് ഒക്കെ കഴിയുമ്പോൾ നന്നായിട്ട് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എങ്ങനെയൊക്കെ ആൻസർ ചെയ്യാം, എങ്ങനെയൊക്കെ ബാക്കി ഓപ്ഷൻസ് റൂൾ ഔട്ട് ചെയ്യാം, അങ്ങനെ ഒത്തിരി രീതിയിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എല്ലാം ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി. അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റി. എത്രത്തോളം കോൺഫിഡന്റോട് കൂടിയാണ് നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോയത്? ക്ലാസ് 50% കോൺഫിഡന്റ് ആയിരുന്നുള്ളൂ സാർ. പിന്നെ നമുക്കിങ്ങനെ കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര പാടായിരിക്കും, അങ്ങനെയൊക്കെ നല്ല റൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഓരോരുത്തർ പറയണതല്ലേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ അപ്പം നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ക്രാഷ് കോഴ്സിലെ ക്വസ്റ്റ്യൻസ് അത് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക 1000-ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അത്രയും ചെയ്യുമ്പോൾ ഈ 1000 ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ ഉള്ളൊരു കോൺഫിഡൻസ്, എന്തേലും ആയി നമുക്ക് എന്നാണ് എക്സാം എഴുതുന്നത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു എക്സാം. വലിയ എസ്പെഷ്യലി പറയാനുള്ള സാറിന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. അതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചായിരുന്നു. പിന്നെ അതേ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഈ ഇപ്പം പേഷ്യന്റ് മാറും, ഇന്ത്യൻ സിസ്റ്റം മാറും, അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ എഴുതാൻ പറ്റി, കിട്ടി. അങ്ങനെ ഓക്കെ,
പഠനമൊക്കെ എങ്ങനെ തോന്നി? അതായത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ അതോ ബോറിംഗ് ആയിരുന്നോ നമ്മുടെ ക്ലാസ്സുകളൊക്കെ? ക്ലാസ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ബോർ അടിക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഇരിക്കേണ്ടി വന്നില്ല. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് കാണാൻ പറ്റുന്നോണ്ട് തന്നെ അങ്ങനെ ബോറിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഒരുപാട് പ്രഷർ ചെയ്യിച്ചൊന്നും പഠിപ്പിക്കുന്ന ഒരു ഇതല്ല. നമുക്ക് കൺവീനിയന്റ് ആയിട്ട് നല്ല കൂൾ ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഓക്കെ, ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കും, അങ്ങനെ ഒരു ഷെഡ്യൂൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു ദിവസം കാണുന്ന ക്ലാസ് അന്ന് തന്നെ കാണും, അത് തറവാക്കും. പിന്നെ കൂടുതൽ ടൈം യൂസ് ചെയ്തത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അപ്പൊ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അതായത് നമ്മുടെ ഓരോ ക്ലാസ്സിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് പിന്നെ അത് കൂടാതെ തന്നെ ആപ്പിലെ ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പം എങ്ങനെയായിരുന്നു ഒരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സിനാരിയോ? അതായത് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അത് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുന്നു, പിന്നെ ബാക്കിയുള്ള അങ്ങനെയാണോ? എങ്ങനെയായിരുന്നു? ഇവിടുന്ന് ക്ലാസ് കേൾക്കും, അതിന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. പിന്നെ ആ വീക്കിലെ Q&A നമ്മൾ വർക്ക്ഔട്ട് ചെയ്തായിരുന്നു. ആ ഒരു ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തായിരുന്നു. ബിസ്മിയുടെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് നമ്മുടെ ക്രാഷിലേക്ക് മാറിയപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു ക്രാഷ് കോഴ്സ്? എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? ക്രാഷിൽ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരുന്നു, ഒരുപാട് PDF ഉണ്ടായിരുന്നു. അതിലൂടെ തന്നെ പോകുമ്പോൾ തന്നെ ഒത്തിരി നമുക്ക് പോയിന്റ്സ് കിട്ടുമായിരുന്നു. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അത് ഓപ്ഷൻസ് കിട്ടാതെ അതിന്റെ ആൻസർ ഇതാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ അങ്ങനെ നല്ല എളുപ്പമായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ചവരാണ് അല്ലേ? ഫ്രണ്ട്സ് ആണ്. അപ്പോ എങ്ങനെ ബാക്കിയുള്ളവരോട് എങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നു നമ്മുടെ ജ്യൂസ് അക്കാഡമി? ഫ്രണ്ട്സിനോടോ? ഞാൻ മാക്സിമം എല്ലാവരോടും പറയുന്നുണ്ട്, നല്ലതാണ്. പ്രത്യേകിച്ച് ഞാൻ സാറിന്റെ ക്ലാസ് ഞാൻ മുമ്പ് കോളേജിൽ വന്നപ്പോഴേ പറയായിരുന്നു എനിക്ക് നെയിംസ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഒരു 3 വീക്സ് 4 വീക്സ് മുമ്പ് സാറിന്റെ ക്ലാസ് കാണുമായിരുന്നു. അപ്പൊ അപ്പോഴേക്കും അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് സാറ് കോളേജിൽ വന്നത്. ഞാൻ അപ്പോഴേ പറയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ChatGPT നോക്കിയത്. ChatGPT നെയിംസിന്റെ ക്ലാസ് സെർച്ച് ചെയ്തത്. അപ്പൊ രണ്ടാമത് നിന്ന സാറിന്റെ ക്ലാസ്സാണ്. അങ്ങനെയാണ്. പിന്നെ മലയാളം കൂടെ ആയതുകൊണ്ടാണ് ഞാൻ സാറിന്റെ ക്ലാസ് കണ്ടു തുടങ്ങിയത്. അപ്പൊ അത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ChatGPT വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് അറിയാന്നുള്ളടുത്ത് എല്ലായിടത്തും ഞാൻ പറയണം, നല്ല അക്കാഡമിയാണ്. പ്രത്യേകിച്ച് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന സമയത്ത് തന്നെ കണ്ടു തീർക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് പ്രീ റെക്കോർഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ടൈം അനുസരിച്ച് കണ്ടാൽ മതി. നമുക്ക് ഇപ്പം ലൈവ് ഇന്ന സമയത്ത് തന്നെ കയറണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇപ്പം നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് കണ്ടു തീർക്കാം. ക്വസ്റ്റ്യൻസ് ഇത് ചെയ്യാം. GCC നമ്മുടെ ക്രാഷ് കോഴ്സ് ആയിരുന്നാൽ പോലും നമുക്ക് ഇന്ന ടൈമിൽ കണ്ടു തീർത്താൽ മതി. നമുക്ക് പഠിക്കാൻ തോന്നിയ സമയത്ത് നമുക്ക് തീർക്കാം നമ്മൾ ഇതനുസരിച്ച്. അതുകൊണ്ട് എളുപ്പമായിരുന്നു. ഞാൻ ഇപ്പൊ എല്ലായിടത്തും പറയും, എനിക്കറിയാന്നുള്ളൊരു എല്ലായിടത്തും ഞാൻ അതേ പറയുള്ളൂ. ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? ക്ലാസ് എല്ലാം സിസ്റ്റമിക് ആയിട്ട് കാണാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക, അതാണ് ഏറ്റവും നന്നായിട്ട് പറയാനുള്ളത്. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇത് കിട്ടിക്കോളും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.